തകർച്ചകളും ഒറ്റപ്പെടലും ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ ഉയർച്ചയിലേക്കുള്ള പടികളാക്കി ദൈവം മാറ്റും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രാർത്ഥിച്ചിട്ടും കൃത്യമായ സമയത്ത് മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്നോർത്ത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വിശ്വാസം പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന അളവിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഉത്തരങ്ങളില്ലാതെ നാം പ്രതീക്ഷിക്കുന്ന സമയത്തിൽ ദൈവത്തിൻ്റെതാകുന്ന നന്മകൾ കാണുവാൻ കഴിയാതെ പലപ്പോഴും നാം ജീവിതത്തിൽ മറ്റുള്ളവരാൽ ഒതുക്കപ്പെട്ട അനുഭവത്തിലൂടെ നിരാശാജനകമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവം നമുക്ക് ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം പ്രാപിക്കുന്നതിന് തൊട്ട് മുൻപ് ഉയർച്ചകളിലേക്ക് ഉന്നതികളിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ഒറ്റപ്പെടലുകളും ശോധനകളും വേദനകളും അനുഭവിക്കേണ്ടതായി വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെ അനുഗ്രഹത്തിൻ്റെ കാലതാമസം നേരിടുന്നത് ദൈവം നമ്മളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞതുകൊണ്ടല്ല, പിന്നെയോ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പക്വതയുള്ളവരായി അഹങ്കരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സത്യസാക്ഷികളായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കുകയാണ് എന്നോർക്കുക. എത്ര തന്നെ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ടും പല വിഷയങ്ങൾക്കും മറുപടി ലഭിക്കാതെ ഇപ്പോഴും താങ്കൾ നിരാശപ്പെട്ട് വേദനയോടിരിക്കുകയാണോ? നിങ്ങൾ ഇപ്പോൾ ലഭിക്കും ദൈവത്തിൻ്റെ നന്മ എന്ന് കാത്തിരുന്ന കാര്യങ്ങൾ വിരൽത്തുമ്പിൽ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ അനുഭവിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ എത്ര കണ്ണുനീരൊഴുക്കിയിട്ടും കർത്താവ് ഒന്നും മിണ്ടുന്നില്ലല്ലോ, അവിടുന്ന് മൗനമായിട്ടിരിക്കുകയാണല്ലോ എന്ന് കരുതി ഭാരപ്പെട്ടിരിക്കുന്നു ദൈവപൈതലേ. എന്നാൽ നിങ്ങളുടെ വിടുതലിൻ്റെ സമയം ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു എന്നോർക്കുക. അതെ, ദൈവം തൻ്റെ നന്മകൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുവാനായി താങ്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലവിധമായ അനുഭവങ്ങളിലൂടെ കർത്താവ് നിങ്ങളെ പഠിപ്പിക്കുകയാണ്, കർത്താവ് നിങ്ങളെ ട്രെയിൻ ചെയ്യുകയാണ്. കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് മഹത്വകരമായ ഒരു കാര്യമാണ്. ആ സമയത്ത് ദൈവത്തോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി ദൈവം നിങ്ങളെ പ്രാപ്തനാക്കി മാറ്റുകയാണ്. നിരാശപ്പെട്ടു പോകരുത്. ജോസഫിൻ്റെ ജീവിതം നിങ്ങൾ നോക്കുക. ദൈവം കൊടുത്ത വാഗ്ദത്തം തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് ശോധനകളിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ, തള്ളപ്പെടുന്ന അനുഭവത്തിലേക്ക്, അടിമയാക്കപ്പെടുന്ന അനുഭവത്തിലേക്ക്, പാപത്തിൻ്റെതാവുന്ന പരിശോധനകളിൽ വീഴാതിരുന്നിട്ടും ജോസഫ് കാരാഗൃഹത്തിലേക്ക്, നിന്ദയിലേക്ക് കടന്നുപോയ സാഹചര്യം നിങ്ങൾക്കറിയില്ലേ? എന്തിനെന്നറിയാമോ? ദൈവം തൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് തന്നെ നടത്തുകയായിരുന്നു. പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ ഉയർച്ചകൾ തൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തന്നെ പ്രാപ്തനാക്കുകയായിരുന്നു എന്നോർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഓർക്കുക, എല്ലാം കൈവിട്ടു പോകുന്നുവല്ലോ എന്നോർത്ത് വിഷമിക്കുമ്പോൾ പിന്നെയും നിങ്ങൾ ഓർക്കുക, ദൈവം നിങ്ങളെ ഒരുക്കുകയാണ് ദൈവത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുവാനായി, അവിടെ പക്വതയോടെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ. അതുകൊണ്ട് വിശ്വാസം കൈവിടരുത്. കർത്താവിൻ്റെ സന്നിധിയിലുള്ള പ്രതീക്ഷയും പ്രത്യാശയും കൈവിട്ടു പോകരുത്. കർത്താവിനെ തന്നെ മുറുകെ പിടിക്കുക. അവിടുത്തെ സമയം ഇതാ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം പ്രതികൂലമാണല്ലോ എനിക്ക് എന്ന് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾ കൈക്കൊള്ളുവിൻ. നിങ്ങളുടെ വിടുതൽ ഏറ്റവും അടുത്ത് സമീപത്തിലാണ്. വിശ്വസിക്കുക, ദൈവം നിങ്ങളെ ഉയർത്തും, മാനിക്കും. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്നവനായ ദൈവം തൻ്റെ ആത്മീയവും ഭൗതികമായ നന്മകൾ കൊണ്ട് നിങ്ങളെ, നിങ്ങളുടെ തലമുറകളെ, കുടുംബത്തെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ആത്മരക്ഷയുടെ ആനന്ദം കൊണ്ട് നിറയ്ക്കും. വിശ്വസിക്കുക, പതറാതിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനായി ഒരുക്കി ശക്തീകരിച്ച് ബലം നൽകട്ടെ. ആമേൻ.